നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. എല്ലാ ദിവസവും ഞാൻ ഓരോ ഭക്തരുടെ അനുഭവമായിട്ടല്ലേ വരാറുള്ളത്. ഇന്ന് എൻ്റെ സ്വന്തം അനുഭവമായിട്ടാണ് കേട്ടോ, എൻ്റെയും വിഷ്ണുവിൻ്റെയും അനുഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശുക്രനെ ഡോക്ടറെ കാണിക്കാനായിട്ട് പോകുക എന്നുള്ളത്. അത് എന്താണെന്ന് പലരും ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എങ്ങനെയാണ് പൊള്ളലുണ്ടായി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബൈക്കിൻ്റെ സൈലൻസർ ഉണ്ടല്ലോ, അതിന്നാട്ടോ പൊള്ളലേറ്റത്. അതായത് ഉണ്ണീനെ ബൈക്കിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് കാലിൽ തട്ടിയിട്ട് പൊള്ളിയതാണ്. കുറച്ച് കൂടുതലായിട്ട് പൊള്ളിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഡോക്ടറെ കാണിച്ചപ്പോൾ ആൻറ്റിബയോട്ടിക്കും തന്നു, പിന്നെ ഓയിൻമെൻറ്റ് പുരട്ടാനുള്ളതും തന്നു. പക്ഷെ കുട്ടിയാണെങ്കിൽ കുറച്ച് വാശിയുള്ള കൂട്ടത്തിലാണ് നമ്മുടെ ശുക്രനെ. മരുന്ന് തീരെ കഴിക്കില്ല. അപ്പോൾ ഞാൻ ഈ സിറപ്പ് മാറ്റിയിട്ട് ടാബ്ലറ്റ് ആക്കി, എന്നിട്ടും കുട്ടി കഴിക്കണില്ല. പല രീതിയിൽ പറഞ്ഞു നോക്കി, അടിക്കുകയൊക്കെ ചെയ്തിട്ട് കഴിക്കാണ്ടായപ്പോൾ വലിയ സങ്കടമായി. ഇനിയിപ്പോൾ എങ്ങനെയാണ് അത് മാറുക എന്നുള്ള ഒരു ടെൻഷൻ. അപ്പോൾ ഗുരുവായൂരപ്പനെ ഞാൻ എല്ലാവരുടെ അടുത്തും പറയാറുണ്ടല്ലോ, വഴിപാടുകൾ നേരെ നന്നായി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതേപോലെ ആൾരൂപമൊക്കെ എടുത്തു വെച്ചു. ആടിയ എണ്ണ കുട്ടിക്ക് കുടിക്കാനായിട്ട് കുറച്ച് നമ്മൾ സേവിക്കാനായിട്ട് എടുക്കുമല്ലോ ഉള്ളിലേക്ക്, അങ്ങനെ കൊടുത്തു. അപ്പോൾ അത് മാത്രമാണ് ഒരു മരുന്നായിട്ട് അകത്തേക്ക് ചെന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്രാർത്ഥന, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാരണം ഇത് ഉണങ്ങാനായിട്ട് കുറേ സമയമെടുക്കും, ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടെൻഷനോടൊക്കെ കൂടിയിട്ടാണ് ഇന്നലെ ഡോക്ടറെ കാണിക്കാനായിട്ട് എത്തിയത്. അപ്പോൾ ഡോക്ടർ പരിശോധിച്ച സമയത്ത് പറഞ്ഞു, അത് മുന്നത്തേക്കാളും ബെറ്റർ ആയിരിക്കുന്നു. അതായത് ഉണക്കമുണ്ട്, വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് അത്ഭുതം തോന്നിട്ടോ. ഡോക്ടർ തന്നെ പറഞ്ഞിരുന്നു അത് മരുന്ന് കഴിക്കണം, ഇല്ലെങ്കിൽ അത് കുറയില്ല എന്നുള്ളത്. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, ദൈവാധീനം കൊണ്ടാണ് ഇത്രയ്ക്ക് വ്യത്യാസം വന്നതെന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ ശരിക്കും അത് എനിക്ക് കണ്ണു നിറഞ്ഞു ആ സമയത്ത്. കാരണം ആ ഒരു വാക്ക് കേൾക്കാനാണ് ഞങ്ങൾ ചെല്ലുന്നതേ. പക്ഷെ മരുന്ന് കഴിക്കാതെ ആയപ്പോൾ വളരെ ടെൻഷനൊക്കെ ആയിട്ട് ഡോക്ടർ ഇത് പറഞ്ഞപ്പോൾ ശരിക്കും എനിക്കൊരു ആശ്വാസം ശരിക്കും ആ സമയത്ത് തോന്നി. അത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് കേട്ടോ. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകളും അതിൻ്റെ കൂട്ടത്തിലുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടും ഗുരുവായൂരപ്പൻ്റെ ആ ഒരു അനുഗ്രഹം കൊണ്ടും മാത്രമാണ് ആ ഒരു, അതായത് വലുതായിട്ട് പോകേണ്ട ആ ഒരു മുറിവ് കുറഞ്ഞിട്ട്, അതായത് ഭേദമായിക്കൊണ്ടിരിക്കുന്നത്. സമയമെടുക്കുമെന്ന് പറഞ്ഞു കേട്ടോ. കാരണം സൈലൻസറിൽ നിന്ന് വന്നിട്ടുള്ള ആ പൊള്ളല് കുറച്ച് സമയം എടുത്തിട്ടാണ് മാറുകയെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നാലും അതിന് മാറ്റം ഉണ്ടെന്ന് കേട്ടപ്പോൾ വളരെ വളരെ സന്തോഷം, ആശ്വാസം തോന്നിയൊരു സമയമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ അടുത്തും പറയാനുള്ളത് അത് തന്നെയാണ്. നമുക്ക് തോന്നും ചെറിയ ചെറിയ അനുഭവങ്ങളാണെങ്കിൽ കൂടെ അതിൻ്റെ കൂടെ കൈ പിടിച്ചിട്ട് ഗുരുവായൂരപ്പൻ ഉണ്ട് എന്നുള്ളത്. നമ്മൾ നന്നായി പ്രാർത്ഥിക്കുക. അതേപോലെ ഈ ആടിയ എണ്ണയ്ക്ക് ഒരുപാട് ഫലമുള്ളതാണ്. ഒരുപാട് ഭക്തരെ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. അത് വേദനയ്ക്കൊക്കെ പുരട്ടുന്നതാണ്, മുറിവിന് ഉപയോഗിക്കാനുള്ളതല്ല കേട്ടോ. പക്ഷെ നമ്മളത് കുറച്ച് നമ്മുടെ അകത്തേക്ക് സേവിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിശ്വാസത്തോട് കൂടിയിട്ട് അത് സേവിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു അനുഭവം കൂടെ നിങ്ങളുടെ അടുത്ത് നിന്ന് ആദ്യം തന്നെ അതാണെന്ന് പറയാനായിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം, ഞങ്ങൾ തൃശ്ശൂരാണ് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ ഡോക്ടറെ കണ്ടിരിക്കുന്ന സമയത്താണ് വിഷ്ണുവിൻ്റെ ഒരു സുഹൃത്ത് വിളിക്കുന്നത്. അപ്പോൾ വിളിച്ചപ്പോൾ അദ്ദേഹവും തൃശ്ശൂരാണ്, ഞങ്ങളും തൃശ്ശൂരുണ്ട്. അപ്പോൾ അദ്ദേഹം ആണെങ്കിൽ പുലിക്കളി സംഘത്തിലുള്ളതാണ്. അപ്പോൾ അങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും അങ്ങോട്ട് പോയി. അതിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. കുട്ടികൾക്കെല്ലാം ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ അങ്ങനെയും ഒരു കാര്യം ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാമാണ് ഇന്നലത്തെ വിശേഷം. കാരണം ഇന്നലെ ഷൂട്ട് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഡോക്ടറെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് ഉച്ചപൂജയുടെ അലങ്കാരം കാണാനായിട്ട് സാധിച്ചിരുന്നില്ല കേട്ടോ. അപ്പോൾ അലങ്കാരത്തിൻ്റെ വിശേഷം ഇത് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് എനിക്കില്ല. പക്ഷേ ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം മിക്കവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാനും കേട്ടറിവാണ്. ഉണ്ണിക്കണ്ണൻ ഒരു വെണ്ണക്കൂടൊക്കെ തട്ടിയിട്ടിട്ട്, എന്തോ കുറുമ്പ് കാണിച്ചിട്ട് വെണ്ണക്കൂടൊക്കെ തട്ടിയിട്ടിട്ടുണ്ട്, ഒടക്കുഴലുണ്ട് കയ്യിൽ. എന്നിട്ട് ആരെങ്കിലും തല്ലാനായിട്ട് വരുന്നുണ്ടോ, വഴക്ക് പറയാനായിട്ട് വരുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുന്ന ഒരു അലങ്കാരമായിരുന്നു ശ്രീലകത്ത് നിന്നാണ് കേട്ടോ കേട്ടത്. അപ്പോൾ എല്ലാവരും ഉണ്ണിക്കണ്ണൻ്റെ രൂപം ഒന്ന് മനസ്സിൽ നന്നായിട്ട് ധ്യാനിച്ചോളും. ഒപ്പം ഗണപതിക്കും ഭഗവതി അമ്മയ്ക്കും അയ്യപ്പനൊക്കെ നമ്മുടെ മനസ്സിൽ എങ്ങനെയാണോ ഒരു രൂപമുള്ളത്, ആ ഒരു രൂപം നമുക്ക് സ്വന്തമായിട്ട് ഒന്ന് അലങ്കാരം നടത്താട്ടോ ഇന്ന് ഗണപതിക്കും അയ്യപ്പനും ഭഗവതി അമ്മയ്ക്കൊക്കെ. എന്നിട്ട് ആ ഒരു രൂപം എല്ലാവരും മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തൊഴുതോളൂ കേട്ടോ. അപ്പോൾ ഇന്ന് അലങ്കാരമൊന്നും പറയാനായിട്ടില്ലാത്തത് കൊണ്ട് ഇന്നൊരു ചോദ്യമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് വളരെ മുൻപ് എന്നോടൊരു അമ്മ ചോദിച്ച കാര്യമാണ്. കാരണം ഞാൻ തൊഴുത വിശേഷങ്ങൾ പറയുന്ന കൂട്ടത്തിൽ നാലമ്പലത്തിനകത്ത് ഞങ്ങൾക്കൊരു സത്സംഗം ഉണ്ടെന്ന് പറയാറുണ്ടല്ലോ. അതായത് ഗുരുവായൂരപ്പൻ്റെ കഥകൾ, അനുഭവങ്ങൾ, ഗുരുവായൂരത്തെ വിശേഷങ്ങൾ, ചരിത്രങ്ങൾ, ഇതൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിൽ ചരിത്രങ്ങൾ പറയാറുണ്ടെന്ന് ഞാൻ ഒരു ദിവസം പറഞ്ഞപ്പോൾ ആ അമ്മ അത് എത്ര ശ്രദ്ധയോടെ ആയിരിക്കും കേട്ടിട്ടുള്ളതെന്ന് ഞാൻ ആലോചിക്കാം. അങ്ങനെ പലരും ഞങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടെ തന്നെ കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയൊരു സമയമാണ് കേട്ടോ.
അപ്പോൾ ചരിത്രങ്ങളെക്കുറിച്ച് പറഞ്ഞുകൂടെ എന്ന് അമ്മ ചോദിച്ചേ. കാരണം ഗുരുവായൂർ ക്ഷേത്രത്തിലെ അഗ്നിബാധയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ കുറേശ്ശെ ആയിട്ട്. അപ്പം അമ്മയ്ക്ക് അത് അറിയാനൊരു ആഗ്രഹം. അപ്പം അതേപ്പറ്റി ഒന്ന് പറഞ്ഞുകൂടെ എന്ന് അന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ അത് പറയാനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതേക്കുറിച്ച്, അതായത് ക്ഷേത്രം അഗ്നിബാധയ്ക്ക് ഇരയായിട്ടുള്ള ആ ഒരു സംഭവത്തെക്കുറിച്ച് കുറച്ച് നേരം സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ അഗ്നിബാധ ഉണ്ടാകുന്നത് 1970 നവംബർ 29 തീയതിയാണ്. അന്ന് ഏകാദശി വിളക്കിൻ്റെ സമയമാണ്. അന്ന് പോലീസ് ഏകാദശി വിളക്കായിരുന്നു അന്ന്. അപ്പം അന്നത്തെ ദിവസം രാത്രി വിളക്കെഴുന്നള്ളിപ്പൊക്കെ കഴിഞ്ഞിട്ട് നട അടച്ച് ക്ഷേത്ര ഗോപുര നട അടയ്ക്കുന്നത് ഏകദേശം 1 മണിയോട് കൂടിയിട്ടാണ്. അതിനുശേഷമാണ് ഈ അഗ്നിബാധ ഉണ്ടാകുന്നത്. അപ്പോൾ ക്ഷേത്രത്തിനകത്ത് തീയും പുകയൊക്കെ ഇങ്ങനെ ഉയർന്നു വരുന്നത് കണ്ടപ്പോൾ അടുത്തുള്ളവരില്ല, അങ്ങനെ കുറച്ച് പേരൊക്കെ പെട്ടെന്ന് കാണുമല്ലോ ഈ പുകയൊക്കെ ഉയർന്നത്. അങ്ങനെ എല്ലാവരും ഓടിക്കൂടി ക്ഷേത്രം മതിൽക്കെട്ടൊക്കെ ചാടിക്കടന്നു. എന്നിട്ട് ഈ നാഴികമണി ഇങ്ങനെ തുടരെ ഇങ്ങനെ അടിക്കാനായിട്ട് തുടങ്ങിയെന്ന്. അപ്പോൾ ഈ കൂട്ടമണിയടി കേട്ടിട്ട് പിന്നെയും നാനാദിക്കിലുള്ള ആളുകളെല്ലാം ഓടിക്കൂടി എല്ലാവരും വന്നു എങ്ങനെയെങ്കിലുമൊക്കെ തീ അണയ്ക്കണമല്ലോ. അപ്പം അന്ന് ഇന്നത്തെ പോലത്തെ സംവിധാനങ്ങളൊന്നുമില്ല. പെട്ടെന്ന് നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫയർഫോഴ്സ് വരില്ലല്ലോ. ഇന്നിപ്പോൾ ഉണ്ട്, ഇന്ന് വടക്കേ നടയിൽ തൊട്ടടുത്ത് തന്നെ ഫയർഫോഴ്സ് ഉണ്ട്, അവരുടെ ഓഫീസ് അവിടെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ അന്ന് ഇന്നത്തെ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെ കിണറ്റിലെയും കുളത്തിലെയും വെള്ളം, അതായത് അവിടെയുള്ള പാത്രങ്ങളിൽ എങ്ങനെയൊക്കെയാണോ കൊണ്ടുവരാൻ സാധിക്കുക അതൊക്കെ കൊണ്ടുവന്നിട്ട് തീ അണയ്ക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അപ്പോഴേക്കും ഈ നമ്മുടെ അയ്യപ്പൻ്റെ ഭാഗം ഉണ്ടല്ലോ, തെക്ക് പടിഞ്ഞാറ് ഭാഗം, അവിടെ നിന്നാണ് അത്ര തീ പടർന്നത്. അതിങ്ങനെ പടർന്നിട്ട് കിഴക്കേ ഭാഗത്തേക്ക് വളരെ പതുക്കെയാണ് തീ ഇങ്ങനെ ആളിപ്പടരുന്നുണ്ടായിരുന്നത്. പക്ഷെ വടക്കേ ഭാഗത്തേക്ക്, അതായത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നല്ല വേഗത്തിൽ തീ ഇങ്ങനെ പടരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ തീ പടർന്നിട്ട് വിളക്കുമാടം ഉണ്ടല്ലോ, വിളക്കുമാടം മുഴുവനായിട്ട് കത്തിയാൻ വരിക. അപ്പോൾ ഈ വിളക്കുമാടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ എണ്ണയൊക്കെ ഉണ്ടാകുമല്ലോ അതിന് മുകളിൽ, എണ്ണ കുടിച്ച് കിടക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണല്ലോ വിളക്കുമാടത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കത്തിയാൻ വരാനായിട്ട് തുടങ്ങി. പിന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കും തീ ഇങ്ങനെ ആളിപ്പടരാൻ തുടങ്ങി. പിന്നെ അയ്യപ്പൻ്റെ ഭാഗം, ആ തെക്ക് ഭാഗത്ത് നിന്ന് തിടപ്പള്ളിയിലേക്ക് തീ കയറി ഇത്രേ. അപ്പം തിടപ്പള്ളിക്ക് തീ കയറി കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്താണല്ലോ ശ്രീകോവിലുള്ളത്. അപ്പോൾ ശ്രീകോവിൽ കത്തിയാലോ എന്ന് എല്ലാവർക്കും ഭയമായി. അപ്പോൾ ക്ഷേത്രം മുഴുവനായിട്ട് കത്തിപ്പോകാൻ പോവുകയാണോ എന്ന് എല്ലാവർക്കും പേടിയായിരുന്നു. കാരണം അതിനുള്ളിലല്ലേ നമ്മുടെ ഗുരുവായൂരപ്പൻ ഇരിക്കുന്നേ, അപ്പോൾ അത് സഹിക്കില്ലല്ലോ. അങ്ങനെ ഒരു പറ്റം യുവാക്കൾ അന്നത്തെ അതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കണം കേട്ടോ. ഇന്നത്തെ പോലത്തെ പ്രത്യേകത, അതായത് ഇന്നിപ്പോൾ ക്ഷേത്രം എങ്ങനെയുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അന്നത്തെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഓടിക്കൂടിയവരെല്ലാവരും അതിൽ നിന്ന് ഒരു പറ്റം ചെറുപ്പക്കാർ വന്നിട്ട് തന്ത്രിയുടെ അനുവാദത്തോടു കൂടി ശ്രീലകത്ത് കയറിയിട്ട് നമ്മുടെ ഗുരുവായൂരപ്പനെ കൊണ്ട് എടുത്തു. ഗുരുവായൂരപ്പന് ഒരു പോലും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് വേഗം എടുത്തു കൊണ്ടുവന്നിട്ട് കൂത്തമ്പലത്തിൽ വെച്ചു അത്രേ. അതേപോലെ തന്നെ അയ്യപ്പൻ്റെ വിഗ്രഹവും ഗണപതിയുടെ വിഗ്രഹവും കൊണ്ടുവന്നിട്ട് കൂത്തമ്പലത്തിൽ വെച്ചു. എന്നിട്ട് പിന്നെയും ഇവരിങ്ങനെ തീ കെടുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അവർക്ക് സാധിക്കണില്ല. തീ ഇങ്ങനെ ആളി പടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ തെക്ക് ഭാഗത്ത് നിന്ന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് എല്ലാം ഇങ്ങനെ കത്തി അമർന്നുകൊണ്ടിരിക്കുക. അപ്പം എന്തായി, കൂത്തമ്പലത്തിലേക്ക് ഇനി വന്നാലോ എന്ന് വിചാരിച്ച് പിന്നെയും ഭയപ്പെട്ടിട്ട് അവിടെ നിന്നും ഈ വിഗ്രഹങ്ങളൊക്കെ എടുത്തിട്ട് തന്ത്രി മഠത്തിൽ കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം ഈ ഫയർഫോഴ്സ് വന്നിട്ടാണല്ലോ തീ അണയ്ക്കാൻ സാധിക്കുള്ളൂ, ഇവരെ കൊണ്ടൊന്നും സാധിക്കുന്നില്ല. അപ്പോൾ തൃശ്ശൂരിൽ നിന്നും പൊന്നാനിയിൽ നിന്നും കോഴിക്കോട് നിന്നുമാണ് ഫയർഫോഴ്സ് വന്നിരിക്കുന്നത്, തൊട്ടടുത്തൊന്നും ഇല്ലല്ലോ. അങ്ങനെ പിറ്റേ ദിവസം, അതായത് നവംബർ 29 രാത്രിയാണ് തീപിടുത്തം ഉണ്ടായത്. 30 രാവിലെ 6:30 കൂടിയിട്ടാണ് ഈ ഫയർഫോഴ്സ് എത്തിയിട്ട് തീ പൂർണ്ണമായും അണച്ചത്. അങ്ങനെ തീയൊക്കെ അണച്ച ആ ഒരു സമയത്ത് അവിടെ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്, നമ്മൾ കിഴക്കേ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ, ഞാനില്ല കേട്ടോ, ഒന്ന് കിഴക്കേ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ ആ കിഴക്കേ ഗോപുരത്തിൻ്റെ അവിടെ പ്രത്യേക പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ പുറകിലെത്തി അയ്യപ്പൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെന്നെങ്കിൽ കാണാത്രേ ആ ഒരു ഭാഗം മുഴുവനായിട്ട് കത്തി നശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെയായിരുന്നു അന്ന് അവിടെയുള്ള ആ ഒരു കാഴ്ച. പക്ഷെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ശ്രീകോവിലിൻ്റെ കേടുപാടുകളൊന്നും തന്നെ സംഭവിച്ചിരുന്നില്ല അന്ന്. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം 30 അവിടെ എല്ലാം വൃത്തിയാക്കിയിട്ട് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹവും അതേപോലെ തന്നെ ഗണപതിയുടെയും അയ്യപ്പൻ്റെയും ഒക്കെ വിഗ്രഹം പുനഃപ്രതിഷ്ഠ നടത്തി. ഏകദേശം 11 മണിയോട് കൂടിയിട്ടാണ് ആ പുനഃപ്രതിഷ്ഠ നടത്തിയത്. അവിടെ എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത്, ഈ പ്രതിഷ്ഠ നടന്നു കഴിഞ്ഞാൽ ഈ കേട് വന്ന ഭാഗങ്ങളൊക്കെ നേരെയാക്കണമല്ലോ. അതായത് പുനരുദ്ധാരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അത് കേളപ്പനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ. അദ്ദേഹം ചെയർമാനായിട്ടാണ് അന്ന് കമ്മിറ്റി ഡിസംബർ 5 തീയതിയാണ് കേട്ടോ ആ കമ്മിറ്റി രൂപീകരിച്ചത്. അപ്പോൾ കമ്മിറ്റി ആയിക്കഴിഞ്ഞാൽ പിന്നെ സംഭാവനകൾ വരൂലേ. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു പുനരുദ്ധാരണം നടക്കുന്നത്.
അപ്പോൾ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചതിന് ശേഷം ഈ സാമൂതിരിയുടെയും മല്ലിശ്ശേരിയുടെയും കീഴിലായിരുന്നു ഗുരുവായൂർ ക്ഷേത്രം ഉണ്ടായിരുന്നത്. അത് പിന്നീട് സർക്കാർ ഏറ്റെടുത്തു കേട്ടോ. ഇത് ഈ അഗ്നിബാധയ്ക്ക് ശേഷമാണ് 1971 സർക്കാർ ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഏറ്റെടുത്തതിന് ശേഷം സാമൂതിരിയെ ചെയർമാനായിട്ടും അതേപോലെ തന്നെ മല്ലിശ്ശേരിയെ വൈസ് ചെയർമാനായിട്ടും ഒരു ഭരണസമിതി രൂപീകരിച്ചു. എന്നിട്ട് അതിൽ പിന്നെയാണ് ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ ആ ഒരു കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയത്. അത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, പുനരുദ്ധാരണത്തിന് ശിലയിട്ടത് ആരാണെന്ന്. അതായത് കാഞ്ചി ശങ്കരാചാര്യരായിട്ടുള്ള സ്വാമി ജയേന്ദ്ര സരസ്വതി, അദ്ദേഹമാണ് പുനർനിർമ്മാണത്തിന് ശിലയിടുന്നത് കേട്ടോ. എന്നിട്ട് പിന്നീട് ഒരു വിഷുദിനത്തിലാണ് ഈ പുനർനിർമ്മിച്ച് സമർപ്പിക്കുന്നത്. അതായത് ചുറ്റമ്പലവും വിളക്കുമാടാണ് പുനർനിർമ്മിച്ചിട്ട് ഒരു വിഷുദിനത്തിൽ 1973 കേട്ടോ സമർപ്പിക്കുന്നത് ഭഗവാന്. പിന്നീട് 1975 ഈ പൂർണ്ണമായിട്ടും ക്ഷേത്രം പുനർനിർമ്മാണത്തിന്, അതായത് പൂർണ്ണമായിട്ടും പുനർനിർമ്മിക്കുന്നത് 1975 കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ക്ഷേത്രത്തിലെ അഗ്നിബാധയ്ക്ക് ശേഷം, അഗ്നിബാധയുടെ സമയത്തും അഗ്നിബാധയ്ക്ക് ശേഷമൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വളരെ കുറച്ച് ഭാഗങ്ങളെ എനിക്ക് കാണാനായിട്ട് സാധിച്ചുള്ളൂ. കാരണം ഈ അഗ്നിബാധയൊക്കെ സംഭവിക്കുന്ന 54 വർഷം മുൻപാണ്. അന്ന് എൻ്റെ അമ്മയൊക്കെ ജനിച്ചിട്ടേ ഉള്ളൂ ആ ഒരു സമയത്താണ്. അപ്പോൾ എനിക്ക് ഓർമ്മയുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ തൊഴാൻ വരുന്ന സമയത്ത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ചുറ്റമ്പലത്തിനകത്ത് അങ്ങനെ വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ തുലാഭാര കൗണ്ടർ മുൻപ് കുത്തമ്പലത്തിൻ്റെ അടുത്തായിരുന്നു. അതേപോലെ കുട്ടികൾക്ക് ചോറൂണ് മഞ്ചാടി ചെമ്പിൻ്റെ അടുത്തായിരുന്നു. പിന്നെ പ്രസാദം വാങ്ങാനെടുത്ത് കൗണ്ടറിൽ ഷീട്ടാക്കുന്നതും വാങ്ങുന്നതും ഒക്കെ ആ ചന്ദനം കൊടുക്കുന്ന ഭാഗത്തുള്ള വടക്ക് വശത്തുള്ള കൗണ്ടറിലായിരുന്നു. അപ്പം അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. കൂടുതൽ മാറ്റങ്ങളും സംഭവിച്ചിരിക്കുന്നത് ആനപ്പള്ളം മതിലിൻ്റെ പുറത്തേക്കായിരുന്നു കേട്ടോ. അന്ന് അവിടെ ചെറിയ, അതായത് നമുക്ക് നടക്കാനൊക്കെ സൗകര്യം കുറഞ്ഞ, കാരണം കുറച്ച് കടകളൊക്കെ അടുത്തുണ്ടായിരുന്നു, വീടുകൾ അങ്ങനെ എല്ലാം അടുത്തായിരുന്നു, ക്ഷേത്രത്തിന് അടുത്തായിരുന്നു. അപ്പോൾ കുറച്ച് ഇടുങ്ങിയ വഴികളൊക്കെ ആയിരുന്നു. അതേപോലെ തന്നെ നടപ്പന്തൽ, ആ മേലത്തെ പന്തലൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ. ഇപ്പോഴാണ് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്ന മാറ്റങ്ങൾ. ഇത് കുറച്ച് വർഷങ്ങളായിട്ടാണ് ഇത്രയധികം മാറ്റങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതെല്ലാം ഭക്തർക്ക് വേണ്ടി തന്നെയാണ് കേട്ടോ. എന്തുമാത്രം ഭക്തരാണല്ലോ നമ്മുടെ ഉണ്ണിനെ കാണാനായിട്ട് വരുന്നത്. അപ്പോൾ അവർക്കൊക്കെ വരുമ്പോൾ ആ സൗകര്യങ്ങൾ എല്ലാം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയേറെ മാറ്റങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അഭിവൃദ്ധി എന്ന് തന്നെ പറയാം. ക്ഷേത്രം അഗ്നിക്കിരയായതിനു ശേഷമാണ് ഇത്രയും അഭിവൃദ്ധി ഗുരുവായൂർ ക്ഷേത്രത്തിന് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പോഴുള്ള വിശേഷങ്ങളെല്ലാം പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ചരിത്രങ്ങളും കൂടെ പറഞ്ഞോളൂ എന്ന് ആ ഒരു അമ്മ പറഞ്ഞപ്പോഴാണ് നിങ്ങളുടെ അടുത്തും കൂടെ ഇത് പങ്കുവെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരുപാട് ചരിത്രങ്ങൾ ഇനിയും പറയാനായിട്ടുണ്ട് കേട്ടോ. അതെല്ലാം വഴിയെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഗുരുവായൂരപ്പൻ അനുവദിക്കുകയാണെങ്കിൽ, അനുഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് പതുക്കെ ഇങ്ങനെ ചരിത്രങ്ങളും പറയാം. എനിക്ക് പറയാനും കേൾക്കാനും ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് ചരിത്രം. അതേപോലെ നിങ്ങൾക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കണം. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു വിശേഷം കൂടെ നമ്മുടെ വീഡിയോ കൂടെ പറയാനായിട്ട് ശ്രമിക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇന്നലെ ഒരു കഥ മുഴുവനാക്കാൻ കൂടെ ഉണ്ടായിരുന്നു ഇല്ലേ, ആ കഥയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നലെ നമ്മൾ കഥ പറഞ്ഞ് അവസാനിപ്പിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നത്, ഈ വേടൻ നരസിംഹത്തിനെ അന്വേഷിക്കാനായിട്ട് പുറപ്പെടുക, പത്മപാദരുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്താൻ വേണ്ടിയിട്ടേ. അങ്ങനെയെങ്കിലും ഇദ്ദേഹം എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് കേട്ടോ വേടൻ. കണ്ട ഗുഹകളുടെ ആ പൊത്തിലൊക്കെ പോയി നോക്കുന്നുണ്ട്, മരങ്ങളുടെ മുകളിൽ കയറി നോക്കുന്നുണ്ട്, അങ്ങനെ മലയടിവാരങ്ങളിൽ നോക്കുന്നുണ്ട്. അവിടെ എല്ലാം സിംഹത്തിനെ അന്വേഷിച്ച് നടക്കുകയാണ്, നരസിംഹത്തിനെ. അങ്ങനെ ഓരോ മൃഗങ്ങളെ പിടിക്കുമ്പോഴും ഓ ഇത് നീയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെ വിട്ടുകളയും, നരസിംഹമല്ലല്ലോ. അങ്ങനെ വേടൻ ഇങ്ങനെ ഭ്രാന്തനെ പോലെ അന്വേഷിച്ച് നടക്കുക. അങ്ങനെ നടന്നിട്ട് ഈ പത്മപാദരേക്കാളും ക്ഷീണിച്ച് അവശനായിരിക്കുന്നു ഈ വേടൻ. അപ്പോൾ ഈ വേടൻ എന്ന് പറയുന്നത് ഈ എന്താ പറയുക, ഭഗവാനെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെ പൂജിക്കുന്ന ഒരാളെ സഹായിച്ചു എന്നുള്ള ആ കാരണം കൊണ്ട് അദ്ദേഹം പത്മപാദരേക്കാളും വലിയൊരു പുണ്യാത്മാവായിട്ട് തീരെയാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു തപശക്തി കൊണ്ട്, ഭഗവാനെ അന്വേഷിച്ച് നടക്കുന്ന ആ ഒരു തപോശക്തി കൊണ്ട് വൈകുണ്ഠം പോലും ആ താപം കൊണ്ട് തിളച്ച് മറിയാണെന്ന്. പാലാഴി തിളച്ചിട്ട് അനന്തൻ്റെ ദേഹമൊക്കെ പൊള്ളി വന്നു തുടങ്ങിയെന്ന്. ദാരിദ്ര്യ ദുഃഖത്തെ ഇങ്ങനെ തപിപ്പിക്കാൻ കഴിവുള്ളവളായിട്ടുള്ള ലക്ഷ്മി ദേവിയെ പോലും ഈ ഒരു ചൂട്, ലക്ഷ്മി ദേവിക്ക് പോലും ഈ ചൂട് സഹിക്കാൻ സാധിക്കാതെ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് വന്ന് പറയുക, ലക്ഷ്മി ദേവി ഇതിനൊരു പരിഹാരം കാണണമെന്ന്. കാരണം ഇത്രത്തോളം ഭഗവാനെ അന്വേഷിച്ച് നടക്കുകയാണല്ലോ ആ വേടൻ. വേടൻ അറിയില്ല ഭഗവാനെയാണ് അന്വേഷിക്കുന്നതെന്ന്, പക്ഷേ അന്വേഷിക്കുന്നത് ഭഗവാനെയാണ്. അത് വളരെ സത്യസന്ധമായിട്ടാണ്, തനിക്ക് വേണ്ടി പോലും അല്ല അത് ചെയ്യുന്നത്, വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇത്രയേറെ ആ ഒരു താപം താങ്ങാനായിട്ട് പാലാഴിക്കും അനന്തനും ലക്ഷ്മി ദേവിക്കും ഒന്നും സാധിക്കാതെ ഭഗവാന്റെ അടുത്ത് വന്ന് പറയുന്നത്, ഇതിന് പെട്ടെന്ന് ഒരു പരിഹാരം കാണണം ഭഗവാനെ എന്ന്.
അങ്ങനെ ഭഗവാൻ പറഞ്ഞു തൻ്റെ അടുത്ത ലീലയ്ക്കുള്ള സമയമായി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും അപ്രത്യക്ഷമായിട്ടോ. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്നറിയോ, വേടൻ്റെ അടുത്തേക്ക് പോകുകയാണ് കാണാനായിട്ടേ. അപ്പോൾ എല്ലാവരും ഇത് വളരെ ആകാംക്ഷയോടെ നോക്കുന്നേ. കാരണം സപ്തർഷികൾക്കും ത്രിമൂർത്തികൾക്കും നമ്മുടെ ലക്ഷ്മി ദേവിക്ക് പോലും അപ്രാപ്യമായിട്ടുള്ള, പെട്ടെന്ന് കാണാൻ സാധിക്കാത്ത ആ ശാന്ത നരസിംഹ രൂപത്തിൽ, അങ്ങനത്തെ ഒരു സ്വരൂപത്തിൽ ആ സദാപുഞ്ചിരിയോടെയുള്ള മുഖത്തോട് കൂടിയിട്ട് ഈ വേടന് മുന്നിൽ പ്രത്യക്ഷപ്പെടാനായിട്ട് ആ കാട്ടിലിങ്ങനെ കാത്തു നിൽക്കുക കേട്ടോ, വേടന് വരുന്നത് നോക്കിയിട്ട്. അങ്ങനെ വേടൻ വരുന്നത് കണ്ടപ്പോൾ തൻ്റെ ഭക്തനായിട്ട്, ഭക്തവത്സലൻ എന്നുള്ള പേര് അന്വർത്ഥമാക്കുന്ന പോലെ, പിന്നെയും പിന്നെയും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ആ ഭക്തന് വേണ്ടിയിട്ട് നമ്മുടെ ഭഗവാൻ ശാന്ത സ്വരൂപത്തിലെ നരസിംഹമായിട്ട് അങ്ങനെ വന്ന് നിൽക്കുക കാട്ടിൽ. അങ്ങനെ വേടൻ നടന്നു വരുമ്പോൾ അകലെന്ന് തന്നെ ഒരു പ്രത്യേക പ്രകാശം കണ്ടു. കോടി സൂര്യന്മാരിങ്ങനെ ഉദിച്ച് വന്നതുപോലെയുള്ള ഒരു പ്രകാശം കണ്ടിട്ട് അങ്ങോട്ടേക്ക് വന്ന് നോക്കി. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശമാണല്ലോ. വന്നിട്ട് നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് പത്മപാദർ പറഞ്ഞതുപോലെയുള്ള മുഖമാണ്. നന്നായി സൂക്ഷിച്ചു നോക്കുന്നുണ്ട് കേട്ടോ. മുഖം സിംഹത്തിന്റെ പോലെയാണ്. ഉടൽ ഇങ്ങനെ മനുഷ്യന്റെ പോലെയുണ്ട്. 4 തൃക്കൈകളൊക്കെ ഉണ്ട്. ശംഖുചക്ര കഥാപത്മത്തോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നേ. അപ്പോൾ ആ കൈകളിലൊക്കെ തിളങ്ങുന്ന എന്തൊക്കെ വസ്തുക്കളും പിടിച്ചിട്ടുണ്ട്. അങ്ങനെ വേഗം വന്നിട്ട് പറഞ്ഞു, ഇതാണ് ആ പത്മപാദർ. അദ്ദേഹം അത് പേരൊന്നും അറിയില്ല, പറഞ്ഞ നരസിംഹം. എന്നിട്ട് വന്നിട്ട് പറഞ്ഞു, അതെ, ഞാൻ നിന്നെ നോക്കിയിട്ട് എത്ര നേരം, നിന്നെ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്, കാരണം ഭഗവാനാന്ന് അറിയില്ലല്ലോ. നിന്നെ നോക്കിയിട്ട് എത്ര നേരമായെന്നറിയോ നടക്കുന്നത്. അവിടെ ഒരാൾ, അദ്ദേഹം ആ മഹർഷിയാണ്, അദ്ദേഹം എന്തൊക്കെയോ ഉറക്കെ പറയുന്നുണ്ട്. ഭക്ഷണവും വെള്ളവും ഒന്നും കുടിക്കാതെയാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. ഒന്ന് നീ എൻ്റെ കൂടെ ഒന്ന് വരൂ, നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല, നീ എൻ്റെ കൂടെ ഒന്ന് വന്നാൽ മാത്രം മതി, ഈ മുഖം ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അദ്ദേഹം വേഗം എന്തെങ്കിലുമൊക്കെ കഴിച്ചോളും എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഭഗവാനാണെങ്കിലോ നല്ല പുഞ്ചിരിച്ചുകൊണ്ടാണ് കേട്ടോ തലയാട്ടി നിൽക്കണത് തൻ്റെ ഭക്തന് മുന്നിൽ. അപ്പോൾ അതുവരേക്കും നിനക്ക് വിശക്കുകയാണെങ്കിൽ ഈ പുല്ല് കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നിലത്ത് നിന്ന് ആ മുറ്റത്ത് നിന്ന്, അവിടെ നിലത്തെ കാടാണല്ലോ, അവിടെ നിന്ന് കുറച്ച് പുല്ല് പറിച്ചെടുത്തിട്ട് ഭഗവാന് കൊടുക്കുക. നമ്മുടെ ഭഗവാനെ എന്ത് സ്നേഹത്തോടെ ഭക്തിയോട് കൊടുത്താലും ഭഗവാൻ അത് സ്വീകരിക്കുമല്ലോ. അങ്ങനെ ആ പുല്ല്, ഈ വേടൻ കൊടുത്ത പുല്ല് ഭഗവാൻ ഇങ്ങനെ ഭക്ഷിച്ചു. എന്നിട്ട് എന്താ ചെയ്തതെന്നറിയോ, വേടൻ വേഗം ഒരു കാട്ടുവള്ളി എടുത്തിട്ട് നരസിംഹത്തിൻ്റെ, നമ്മുടെ ഭഗവാന്റെ കൈയൊക്കെ ഇങ്ങനെ ബന്ധിച്ചു. അത് നീ പേടിക്കൊന്നും വേണ്ടാട്ടോ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകണത്. ഇത് ആരാന്ന് പോലും അറിയില്ലല്ലോ. ശരിക്കും നമ്മുടെ ഹിരണ്യകശിപുവിനെ പ്രാണഭയം നൽകിയിട്ട് വിറപ്പിച്ച് നിർത്തിയിട്ടുള്ള ഉഗ്രരൂപമാണ് നരസിംഹമൂർത്തിക്ക്. അതാണെന്ന് പോലും നമുക്ക് എന്താ പറയുക, അതുപോലും നമ്മുടെ മനസ്സിൽ വരാത്ത വിധം ഈ വേടനെ ഒരു രീതിയിലും ഭയപ്പെടുത്താത്ത ശാന്തനായിട്ട് ഈ വേടൻ്റെ കൂടെ പോവുകയാണ്. ഈ വള്ളി കണ്ട് കൈയൊക്കെ ചുറ്റിയിട്ടേ വേടൻ കൊണ്ടുപോവുക, വലിച്ചു കൊണ്ടുപോകുക. മുന്നിൽ വേടൻ നടക്കുന്നുണ്ട്, പിന്നിൽ നരസിംഹം നമ്മുടെ ഭഗവാനും നടക്കുന്നുണ്ട്. അപ്പോൾ മുകളിലിരുന്ന്, ആകാശത്തിരുന്നിട്ട് ദേവന്മാരും എല്ലാവരും ഇരുന്ന് കാണുക. ഇത്രയേറെ ലോകത്തെ വിറപ്പിക്കുന്ന ആളാണോ ഈ വേടന്റെ പുറകെ ഒരു സാധുവിനെ പോലെ, ഒരു പാവം പോലെ പോകുന്നത് നോക്കിയിട്ട്. അങ്ങനെ വേടൻ പത്മപാദരുടെ മുന്നിലെത്തിയിട്ടോ നരസിംഹമൂർത്തിയായിട്ട്. എന്നിട്ട് അദ്ദേഹത്തിനെ വിളിക്കുകയാണ്, പത്മപാദരെ വേടൻ വിളിക്കുകയാണ്. അപ്പോൾ ആദ്യം പത്മപാദരെ കണ്ണു തുറന്ന് നോക്കുകയൊന്നും ചെയ്തില്ല കേട്ടോ. അങ്ങനെ നിർബന്ധിച്ചപ്പോൾ അദ്ദേഹത്തിന് ആ ശല്യം സഹിക്കാൻ വയ്യാതെ ഇദ്ദേഹം കണ്ണു തുറന്ന് നോക്കിയപ്പോൾ തൻ്റെ ഇത്രയും കഠിനമായ ആ ഒരു തപസ്സിന് മുന്നിൽ പ്രത്യക്ഷപ്പെടാതിരുന്ന നരസിംഹമൂർത്തി കേവലം ഒരു അറിവുമില്ലാത്ത ഒരു സാധു വേടൻ്റെ കയ്യിൽ, അതായത് ഒരു കാട്ടുവള്ളി കൊണ്ട് ബന്ധിച്ചിട്ട് അനുസരണയുള്ള ഒരു ആട്ടിൻകുട്ടിയെ പോലെ ചുണ്ടിൽ എല്ലാത്തിനെയും മയക്കുന്ന ആ ഒരു സ്വതസിദ്ധമായ മനോഹരമായ പുഞ്ചിരിയോട് കൂടി നിൽക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം അമ്പരന്നു പോയി. കുറച്ച് നേരം അദ്ദേഹം ഒന്നിങ്ങനെ ആലോചിച്ചു, എന്താ ഇപ്പോൾ സംഭവിച്ചേ. എന്നാൽ അദ്ദേഹത്തിന് ലജ്ജ തോന്നിയെന്ന്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്ത, ഞാനിങ്ങനെ ചിന്തിച്ചു പോയല്ലോ എന്ന് ആലോചിച്ചിട്ട് ലജ്ജ തോന്നിയിട്ട് നരസിംഹമൂർത്തിയുടെ നമ്മുടെ ഭഗവാന്റെ മുന്നിൽ നമസ്കരിക്കാനായിട്ട് വരിക. അപ്പോൾ ഭഗവാൻ പറയാം, ആദ്യം ഈ നിഷ്കാമ ഭക്തിയുള്ള ഈ പുണ്യാത്മാവിനെ നമസ്കരിച്ചിട്ട് അതിനുശേഷം എന്നെ നമസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വേഗം ഈ പത്മപാദരെ വേടൻ നമസ്കരിച്ചിട്ടാണ് ഭഗവാനെ നമസ്കരിച്ചത്. അങ്ങനെ അതിൽ നിന്ന് ഭഗവാൻ നമ്മുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നമുക്ക് അഹങ്കാരം പാടില്ല, ഒരു തരി പോലും ഉണ്ടാവാൻ പാടില്ല. ഭക്തിയാണ് വേണ്ടത്. ഭക്തിയുടെ മാഹാത്മ്യത്തെ കുറിച്ച് പറയുന്ന ഒരു കഥയാണിത്. ഭക്തിയുള്ള മനസ്സിന് മാത്രമേ ഭഗവാനെ കെട്ടിയിടാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ആകണം എന്നാണ് ഈ കഥയിലൂടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഒപ്പം ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ കേട്ടോ. പിന്നെ ഇന്ന് തൊഴാൻ പോകുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് കഥയും അതേപോലെ തന്നെ അലങ്കാരം ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.